ഏജനറ്റ് ന്യൂസ് ഇപ്പോൾ ഉള്ളത് കൂർഗിലാണ്. കൂർഗിൽ ഇരിട്ടി സീനിയർ ചേംബറിൻ്റെ ഭാരവാഹികളോടൊപ്പമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രകൃതി പഠനവുമായി ബന്ധപ്പെട്ടോ അതുപോലെ തന്നെ ഇവരുടെ ജനറൽ ബോഡി മീറ്റിംഗൊക്കെ ആയി ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അനുഭവങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് പ്രസിഡന്റിനോട് തന്നെ ചോദിക്കാം. നമ്മുടെ ഇരിട്ടിയിൽ വെച്ച് നടത്താതെ എന്താണ് ഇപ്പോൾ ഈ കർണാടകത്തിലേക്ക് വരാനുള്ള സാഹചര്യവും കാരണം എന്താണെന്ന് സാറോട് തന്നെ ചോദിക്കാം. സാർ നമസ്കാരം. നമസ്കാരം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വരവാണ് നമ്മൾ ഈ കൂർഗിലേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ ഈ പ്രകൃതി പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സീനിയർ ചേംബർ ഇൻ്റർനാഷണൽ ഇരിട്ടി ലീജൻ ഈയിടെയായിട്ട് ഒരുപാട് മൈലേജ് ആർജിച്ചിട്ടുണ്ട്. അത് ഒത്തിരി പ്രോഗ്രാമുകളും ചെയ്ത് കൂട്ടത്തിൽ ഒരു പ്രകൃതി പഠന ഒരു യാത്ര കൂടി നടത്തണം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം വന്നിട്ട് നമ്മൾ കുറച്ച് അംഗങ്ങൾ ഇവിടെ വരികയും ഇവിടെ അതിനുവേണ്ടി നമ്മൾ ഒരാളെ ചുമതലപ്പെടുത്തിയിരുന്നു. നമ്മുടെ VS ജയൻ. അദ്ദേഹം ഇതുമായി പ്രകൃതിയുമായിട്ടും കാർഷിക മേഖലയിലൊക്കെ ഒരുപാട് പ്രവർത്തിക്കുന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിന് ചില കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഇവിടെ റിപ്പോർട്ടാണ് ഇന്നലത്തെ ജൽബോഡിയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയും അത് നിങ്ങൾ മേലെ ഘടകങ്ങളിലേക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉല്ലാസയാത്ര എന്ന് പറയുന്നതിൽ ഉപരി ഇതൊരു നല്ല ഒരു പഠനയാത്രയായിട്ടാണ് ഞങ്ങൾ വന്നത്. കൂട്ടത്തിൽ ദി ബ്ലിസ് കൂർഗ് അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. അവിടെ നിങ്ങളെല്ലാം അവിടെ താമസിക്കുകയുണ്ടായി. അവിടെ ഒരു ജൽ ബോഡി മീറ്റിംഗ് ഞങ്ങൾ സംഘടിപ്പിച്ചു. അപ്പോൾ ജൽ ബോഡി മീറ്റിംഗിൽ നേരത്തെ എടുത്ത തീരുമാന പ്രകാരം കുറച്ചുകൂടി അതിന് എംഫസിസ് ചെയ്യാൻ വേണ്ടി കുട്ടികൾക്കൊക്കെ, അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് നൽകുന്ന തീരുമാനം നേരത്തെ എടുത്ത് കുറച്ചുകൂടി അതിനുള്ള സാഹചര്യം ഒത്തു വന്നിട്ടുണ്ട്. നമ്മുടെ ഘടകങ്ങളിൽ നിന്നുമൊക്കെ അതിൻ്റെ സ്കോളർഷിപ്പ് തുക വരാൻ ഇരിക്കുന്ന അവസ്ഥയിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അർഹതപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനങ്ങളും നമ്മൾ ഇരിട്ടി മലയോര മേഖലയിൽ മറ്റൊരു ലീജൻ കൂടി, മറ്റൊരു ചാപ്റ്റർ കൂടി രൂപീകരിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വളരെ ഫലപ്രദമായ ഏതാണ്ട് ഫാഗ് എന്താണ് നമ്മൾ മാർച്ചോടുകൂടി ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഈ ഒരു പരിപാടി നടക്കാനുള്ള അവസരം കിട്ടിയതിൽ ചാരിതാർത്ഥ്യം കൊള്ളുകയാണ്. സാർ, ഈ ഒരു പ്രകൃതി പഠനം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാരണം നമ്മുടെ കേരളത്തിൽ പ്രകൃതി സംബന്ധിച്ചുള്ള കാര്യങ്ങളെ പറ്റി ഒക്കെ വിലയിരുത്തുമ്പോൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നതിലൊക്കെ തന്നെ പല വ്യക്തികളും പല അതോറിറ്റികളൊക്കെ തന്നെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ കർണാടകത്തിൽ അങ്ങനെയല്ല. പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യത്തിലും വനവൽക്കരണത്തിൻ്റെ കാര്യമൊക്കെ തന്നെ മികച്ച നിലപാടുകളാണ് അവർക്കുള്ളത്. അപ്പോൾ കുറച്ചും കൂടി അത് നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിനുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിങ്ങനെ വരാൻ തയ്യാറായത്. മാത്രമല്ല, ഇരിട്ടി സീനിയർ ചേംബർ 2020-ലാണ് രൂപീകൃതമാകുന്നത്. 24 വർഷമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടും സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഇരിട്ടി സീനിയർ ചേംബർ മികച്ച ഒരു സംഘടനയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ വർഷത്തെ PST എന്ന് പറഞ്ഞാൽ ഡോക്ടർ ശിവരാമകൃഷ്ണൻ, അതേപോലെ തന്നെ ജോയി തടത്തിൽ, അതേപോലെ PM നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സീനിയർ ചേംബറിൽ ഒരു നിർണായകമായ പങ്ക് ഇരിട്ടി സീനിയർ ചേംബറിന് നേടാൻ കഴിഞ്ഞു എന്നുള്ളതും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അങ്ങനെ സമൂഹത്തിനും കുട്ടികൾക്കും ഒക്കെ തന്നെ ഗുണകരമാകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന ലക്ഷ്യത്തെ മുന്നിൽ നിർത്തിയും പ്രകൃതിയെ സംരക്ഷിക്കാൻ നിർത്തിയാണ് ഇത്തരത്തിലുള്ള ഈ പഠനയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് 2 ദിവസത്തെ യാത്രയാണ്. 2 ദിവസം. അത് ബ്ലിസ് കൂർഗ് എന്ന ഒരു ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ താമസിച്ചത്. അത് ബ്ലിസ് കൂർഗ് എന്ന സ്ഥലത്താണ് നമ്മൾ താമസിച്ചത്. അത് എന്തുകൊണ്ട് അവിടെ ഹോം സ്റ്റേയും മറ്റുമൊക്കെ ഹൃദ്യമായ സ്വീകരണവും ഒക്കെ തന്നെ അവർ ജനറൽ ബോഡി അവിടെ വെച്ചാണ് നടത്തുക. ഓക്കെ, അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നല്ലേ. എന്താണ് സാർ പറയാനുള്ളത്? എനിക്ക് 2 പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞു കഴിഞ്ഞു, നാഷണൽ വൈസ് പ്രസിഡന്റും പറഞ്ഞു. പക്ഷേ എന്നാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിൽ നിന്ന് വിട്ട് ഒരു പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് നടത്താം തീരുമാനിച്ചു. അങ്ങനെ ആവശ്യമായിട്ട് വക്കീൽ പറഞ്ഞു, വക്കീലിൻ്റെ മകൻ്റെയും ഒരു സുഹൃത്തിൻ്റെയാണ് ഹോം സ്റ്റേ ഉള്ളത്, അവിടെ വെച്ച് നടത്താം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഹോം സ്റ്റേ നടത്തി ഇവിടെ ഇപ്പം ഒരു 10 പേര് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. നല്ല ഒരു സഹകരണം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നല്ല സഹകരണം. ഞങ്ങൾ 2000-ലാണ് ഇത് ഉണ്ടാക്കിയത്. ഇപ്പോൾ 2000-ആകുമ്പോൾ 24 ഇയേഴ്സ് ആണ് നമ്മളെ സംഘടന ഇതുള്ളത്. വളരെ നന്നായി കൊണ്ടുപോകുന്നു. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു 4 പ്രാവശ്യം ട്രഷറായിട്ടുണ്ട്, ഒരു തവണ സെക്രട്ടറി ആയിട്ടുണ്ട്. ഇപ്പം വളരെ നന്നായിട്ട് കൊണ്ടുവന്ന് ഈ അഡ്വക്കേറ്റല്ല ഡോക്ടർ ശിവരാമകൃഷ്ണനാണ്. അവരെ ഒരു അഡ്വക്കേറ്റിൻ്റെ അത് മുമ്പേയുള്ള നാഷണൽ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ വളരെ നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള തുടർച്ചയായുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. അത് ചെയ്യും എന്നുള്ള ഒരു
പ്രസിഡന്റ് എല്ലാം പറഞ്ഞു. ആത്മവിശ്വാസമല്ല, ഞങ്ങൾ ചെയ്യും. ഒന്നാമത്തത് കുറേ സ്ഥലങ്ങൾ, പച്ചപ്പായ കൃഷിസ്ഥലങ്ങൾ, വിവിധ കൃഷികൾ ഉള്ള സ്ഥലങ്ങൾ കാണുന്നു. അതുവഴി പ്രകൃതിയെ പഠിക്കൽ. രണ്ടാമത് ഇതൊരു വിനോദമാണ്, അതുപോലെ തന്നെ ഒരു വ്യായാമമാണ് മൂന്നാമത്തെ കാര്യം. നാലാമത് നമുക്ക് കുറേ അറിവും കിട്ടുന്നു. ഇങ്ങനെ 4 ത്രിതോദ്ദേശ കാര്യങ്ങൾ സാധിച്ചു ഈ യാത്ര കൊണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു, നന്നായി ഇത് ആസ്വദിച്ചു. ഇനിയും ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇന്നലെ വന്നതാണ്. 2 ദിവസത്തെ പരിപാടിയായിരുന്നു. കാർഷിക മേഖലയെപ്പറ്റി പഠിക്കാനും ഒരു പഠനയാത്രയാണ് ശരിക്ക്. അപ്പം ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ കൂടെ ഞങ്ങൾക്ക് പിന്നെ എന്താ പറയുക, എനിക്കറിയാവുന്ന കാര്യങ്ങളും ഇവർക്കറിയാവുന്ന കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ റിപ്പോർട്ടായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിലായിരുന്നു. നല്ലൊരു എങ്ങനെയുണ്ടായിരുന്നു കാലാവസ്ഥ ഇവിടുത്തെ? നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പ്, എല്ലാം കൊണ്ടും നല്ലതാണ്. ഇനിയും ഇതുകൂട്ട് യാത്രകൾ വേണമെന്നാണ് നമ്മുടെയൊക്കെ അഭിപ്രായങ്ങളും. ഓക്കെ, എന്താണ് സാർ പറയുന്നത്? സീനിയർ ചേംബർ ഇൻ്റർനാഷണൽ ജനോപകാരപ്രദമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം നമ്മൾ ഒരുപാട് പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഒരു വ്യത്യസ്തമായ രീതിയിലേക്കൊരു ചിന്ത ഉണ്ടായി. നമ്മൾ പ്രകൃതി പഠനം ആയി ബന്ധപ്പെട്ട് കൂർഗിലേക്കൊന്ന് പോകാമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് എല്ലാവരുടെയും നേതൃത്വത്തിൽ കൂർഗിലേക്ക് വന്നു. കൂർഗിൽ നമ്മൾ താമസിച്ച സ്ഥലത്തിൻ്റെ പേര് ബ്ലിസ്കൂർഗ്. അത് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു അറ്റ്മോസ്ഫിയറുള്ള സ്ഥലമാണ്. നല്ല തണുപ്പും പ്രകൃതി രമണീയമാണ്. അവിടെ ശാന്തമായ ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒഴിവ് നേരങ്ങളിൽ ഫാമിലിയായിട്ടൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് ഈ കൂർഗിൻ്റെ കാലാവസ്ഥ. അങ്ങനെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് ചൂടാണ്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പ്രകൃതി കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുകയാണ് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം മരങ്ങളും ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും ഇവിടെ നല്ല പ്രകൃതി രമണീയ സ്ഥലമാണ്. തുടർന്നും ഇതുപോലുള്ള യാത്രകൾ ചെയ്യാനാണ് സീനിയർ ചേംബർ ഇരിട്ടിയുടെ ഉദ്ദേശം. ഈ യാത്രയെക്കുറിച്ച് ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ജയൻചേട്ടനാണെങ്കിലും കുറേ കാർഷികപരമായ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്, അതുപോലെ തന്നെ നമ്മൾ ഈ ബ്ലിസ്കൂർഗിൽ വന്നുള്ള താമസം എന്ന് പറഞ്ഞാൽ അവരുടെ ഇന്നലത്തെ ഒരു എന്താ പറയുക, ഇവിടുത്തെ ആ കാലാവസ്ഥയിലും അതുപോലെ തന്നെ അവിടുത്തെ ആംബിയൻസും എല്ലാം വളരെ നല്ലതായിരുന്നു. ഏതായാലും നമ്മുടെ ഈ പ്രോഗ്രാം ഇരിട്ടി സീനിയർ ചേംബർ നടത്തിയ ഈ പ്രോഗ്രാം വൻ വിജയമായിരുന്നു. ഗംഭീര പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് പഠിക്കാനും അതേപോലെ തന്നെ അവരുടെ മീറ്റിംഗ്, സീനിയർ ചേംബർ ഇരിട്ടി റീജിയൻ്റെ മീറ്റിംഗ് ഒക്കെ വളരെ ഭംഗിയായി 2 ദിവസം കൊണ്ട് ഈ കൂർഗിൽ വെച്ച് നടന്നു. അപ്പോൾ നമ്മുടെ മലയോര മേഖലയിൽ നിന്ന് ഇവർ ഇന്നലെ പുറപ്പെട്ട് ഇതിൻ്റെ പ്രകൃതി സൗന്ദര്യവും കൃഷിയും അതുപോലെ തന്നെ നമ്മുടെ ഈ വയലുകളൊക്കെ കണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പഠനം നടത്തിയാണ് ഇവർ ഇവിടുന്ന് തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സീനിയർ ചേംബർ ഇരിട്ടി റീജിയൻ ഏജനറ്റിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ മോളെ? അത് അച്ഛൻ്റെ ESI ഫണ്ട് കിട്ടിയിട്ടില്ല. ഹേ ഗായു, ദാ എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? നാളെയാണോ? ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക്. എങ്ങനെയുണ്ട്? നല്ല കളറല്ലേ? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. LKG മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ്. ഇതാപ്പോ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത. അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം. ഓക്കെ? മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.